നമുക്കിന്ന് കലണ്ടറിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ PSC ഒക്കെ സാധാരണ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് താഴെ തന്നിരിക്കുന്നവയിൽ അതിവർഷം ഏത്? അതിവർഷം അഥവാ ലീപ്പ് ഇയർ. അപ്പോൾ അതിൻ്റെ എന്താ പ്രത്യേകത? നമ്മൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്പർ 1911. അത് 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ 1911 അല്ല. ഇനി 1500. ഈ 1500നെ നമുക്ക് 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഇങ്ങനെ 1500 അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് വിചാരിക്കും ഇതിനെ നമുക്ക് 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പം ഇത് ആൻസർ ആണെന്ന് നമ്മളത് വിചാരിച്ചു പോവും. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. നമുക്കിപ്പം ഇങ്ങനെ ഒരു സെഞ്ചുറി ഇയർ കിട്ടുവാണെങ്കിൽ, അതായത് 100 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നമുക്കിവിടെ കണ്ട ഈ 1500 നമുക്ക് 100 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. നമുക്ക് 15 കിട്ടത്തില്ലേ? അങ്ങനത്തെ ഒരു നമ്പറെ നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ലീപ്പ് ഇയർ ആവാൻ ഒരു കണ്ടീഷനും കൂടെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയാൽ മാത്രം പോരാ, 400 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആവും. അങ്ങനെയുള്ള ഈ 2 കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് ലീപ്പ് ഇയർ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 1500നെ 400 കൊണ്ട് ചെയ്ത് നോക്കാം. പറ്റുമോ? ഇല്ല. 4 16. അപ്പോൾ നമുക്ക് ഇവിടെ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇതല്ല ആൻസർ, ഇതല്ല. കാരണം നമ്മൾ പെട്ടെന്ന് വിചാരിക്കും 1500 ആണെന്ന്. അപ്പോൾ നമ്മുടെ ഇതും അല്ല, ഇതും അല്ല. ഇനി അടുത്തത് 1932. 1932 ആകുമ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഏതാ? നമ്മുടെ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിക്കേ. 4 16. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ പക്ഷേ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഇത് വേറെ ആൻസർ ആണെന്ന് എഴുതി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും സെയിം ഒരു അതിവർഷം കാണാനുള്ളതാണ്. അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ 1930 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ആയിട്ട് ഡിവിസിബിൾ ആണോ? 4 16 33 ഇല്ല. അപ്പം നമുക്ക് 2 ശിഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതല്ല. ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാം. 1200. അപ്പോൾ അതൊരു സെഞ്ചുറി ഇയർ. അപ്പോൾ അതിന് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 1200 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതാദ്യം നോക്കാം. 300. അപ്പോൾ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇനി 1200 400 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതും പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? ഇതാ. അതായത് 4 കൊണ്ടും 400 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് 1200 നമ്മുടെ. നമുക്കിപ്പോൾ 1600 ലീപ്പ് ഇയർ ആണ്. കാരണം 4 കൊണ്ടും 400 കൊണ്ടും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി അടുത്തത് 1912 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം അതിനൊറ്റ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയല്ലോ. 1912നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 1912 4 16 അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ്. അപ്പം നമുക്ക് ഇതും ഒരു അതിവർഷമാണ്. അപ്പോൾ ഇത് അതിവർഷമാണ്, ഇതും അതിവർഷമാണ്. അപ്പോൾ ഇനി അടുത്തത് 1914 നോക്കാം. 4 ഉണ്ട്. അപ്പോൾ ഇത് 12 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആകുമ്പം 14 എന്തായാലും അല്ലല്ലോ. നമുക്ക് 2 ഇഷ്ടം വരുമല്ലോ. അപ്പം നമ്മുടെ ആൻസർ ഏതാ? 1914 അതിവർഷം അല്ലാത്തത്. നമുക്ക് 4 വർഷം കൂടുമ്പോൾ അടുത്തടുത്ത് വരുന്ന 4 വർഷങ്ങൾ കൂടുമ്പോൾ ആയിരിക്കുമല്ലോ നമുക്കത് അതിവർഷമാണെന്ന് പറയാൻ പറ്റുന്നത്.
അപ്പോൾ ഇവിടെ ആകുമ്പോൾ 12 കഴിഞ്ഞാൽ പിന്നെ 16, പിന്നെ 20, പിന്നെ 4 വർഷമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 14. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത ഏതെല്ലാം മാസങ്ങളിൽ ഒരേ കലണ്ടർ ഉപയോഗിക്കാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ മാസത്തിലും എത്ര ദിവസങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ചില ട്രിക്സ് ഒക്കെ ഉണ്ടല്ലോ. ചില നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ചില പാട്ടുകൾ, അതല്ലെങ്കിൽ വിരലിൽ ഇങ്ങനെ എണ്ണി പറയുന്നതാണ്. അപ്പോൾ നമുക്കതിൽ ഇപ്പോൾ 30 days ഓഫ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ. സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ. ഇത് മൊത്തം എത്ര? 30 ദിവസമാണ്. ബാക്കിയെല്ലാം 31. പിന്നെ നമ്മുടെ ഫെബ്രുവരിയെ മാത്രം നമ്മൾ 28 കൂട്ടും. ഇപ്പോൾ നമുക്കിവിടെ മാർച്ച്, ജൂലൈ ഒരു ഇതാ തന്നേക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഈ ജൂലൈയെ ഒഴിവാക്കിയിട്ട് മാർച്ച് മുതലുള്ള ബാക്കി മൊത്തം എത്ര ദിവസം ഉണ്ടോന്ന് കണക്ക് കൂട്ടണം. അതായത് നമുക്ക് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇതിൽ മൊത്തം കൂടി എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മാർച്ചിൽ എത്ര ദിവസമുണ്ട്? 31, ഏപ്രിലിൽ 30, മെയ്യിൽ 31, ജൂണിൽ 30. മൊത്തം എത്രയായി? 122. അപ്പോൾ ഈ 122 നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ 7 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ 49. അപ്പം ബാക്കി നമുക്ക് ശിഷ്ടം 3 വരുന്നുണ്ട്. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ഈ അടുത്ത മാസത്തിന് ഇതിനെ ഉപയോഗിക്കാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിവിടെ മാർച്ചിന് ജൂലൈയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നമുക്ക് എത്ര? ഒരു ശിഷ്ടം 3 വന്നിട്ട്. അതുപോലെ ഇനി ഒക്ടോബർ, ഡിസംബർ. ഒക്ടോബർ, ഡിസംബർ എന്ന് വരുമ്പോൾ നമ്മൾ ഒക്ടോബർ, നവംബറിൻ്റെ നോക്കേണ്ടത്. ഡിസംബറിനെ കൂട്ടണ്ട. ഒക്ടോബറിൽ എത്ര ദിവസമുണ്ട്? ഒക്ടോബറിൽ 31 ദിവസം പ്ലസ് നവംബറിൽ എത്ര ഉള്ളത്? 30. മൊത്തം നമുക്ക് 61 ദിവസമുണ്ട്. 61നെ 7 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 56 ഇല്ല. നമുക്ക് 5 ശിഷ്ടം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതും പറ്റത്തില്ല. ഇനി ഏപ്രിൽ, ജൂൺ എടുക്കാം. ഏപ്രിൽ, ജൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏപ്രിൽ, മെയ് 2 മാസത്തെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എടുക്കണം? ഏപ്രിലിൽ എത്ര ദിവസമുണ്ട്? 30. പിന്നെ ജൂണിൽ, ഏപ്രിൽ, മെയ്യില്ല. ഏപ്രിലിൽ 30, മെയ്യിൽ 31. അപ്പോൾ വീണ്ടും ഇത് 61 തന്നെ വരും. അപ്പോൾ നമുക്ക് ഇതും പറ്റത്തില്ലല്ലോ. ഒറ്റയടിക്ക് നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുമല്ലേ. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ആൻസർ ഇതായിരിക്കണം. പക്ഷെ ഇതെങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇവിടെ 3 മാസത്തെ അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെപ്റ്റംബറിൽ 30 ദിവസമുണ്ട് പ്ലസ് ഒക്ടോബറിൽ എത്ര? 31 ദിവസമുണ്ട് പ്ലസ് നവംബറിൽ എത്ര? 30 ദിവസമുണ്ട്. അപ്പോൾ മൊത്തം 91 ദിവസം ഡിവൈഡഡ് ബൈ 7. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7, 21, 7, 21. പറ്റുമല്ലോ. 13. അപ്പോൾ നമുക്കിത് 7 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ് 91. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? ഇതാണ് നമ്മുടെ. അതായത് സെപ്റ്റംബറിലെ കലണ്ടറിനെ നമുക്ക് ഡിസംബറിലും ഉപയോഗിക്കാം, ഒരു മാറ്റവും ഇല്ല എന്നാണ്. അപ്പം നമുക്ക് ഏത് കോമ്പിനേഷൻ തന്ന് ചോദിച്ചാലും നമുക്ക് ഈ 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്നുള്ള കണ്ടീഷൻ നോക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, 30 ദിവസമുള്ള ഒരു മാസത്തിലെ 2ാം ശനി 8ാം തീയതി ആയാൽ ആ മാസത്തിൽ എത്ര തിങ്കളാഴ്ച കാണും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം നമുക്കിവിടെ 8ാം തീയതി ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കതിന് 7 ദിവസം മുമ്പുള്ളതും ഒരു ശനിയാഴ്ച ആയിരിക്കുമല്ലോ. അപ്പോൾ അതായത് നമുക്ക് 1 മുതൽ 7 വരെയുള്ള ഒരാഴ്ച, അങ്ങനെ അതൊരു ശനിയിൽ തുടങ്ങി വെള്ളിയിൽ അവസാനിക്കുന്ന ഒരു ആഴ്ച. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? അത് കഴിഞ്ഞിട്ട് 14, 24, 28, 28ാം തീയതി വരെ ഉള്ള 4 കംപ്ലീറ്റ് ആഴ്ചകൾ നമുക്ക് ഉണ്ടാവുമല്ലോ. ശനി തുടങ്ങി വെള്ളിയിൽ അവസാനിക്കുന്നത്. പിന്നെ ഇനി 30 ദിവസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 28 കഴിഞ്ഞ് 2 ദിവസം എക്സ്ട്രാ ഉണ്ട്. അത് നമ്മുടെ 29, 30. അപ്പോൾ ഈ 4 ആഴ്ചയിലും എല്ലാ ദിവസങ്ങളും റിപ്പീറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കവിടെ 4 തിങ്കളാഴ്ചകൾ നമുക്ക് ഈ 4ലും കൂടെ കിട്ടി.
ഓക്കെ, 4 തിങ്കളാഴ്ച ഉണ്ട്. ഇനി ഈ രണ്ടും ഏതെങ്കിലും തിങ്കളാഴ്ചയാണോ നോക്കണം. നമ്മുടെ ഈ ഓരോ വീക്കും ഇതിൽ തുടങ്ങുന്ന എന്നാണ് നമ്മൾ പറഞ്ഞ ശനി. അപ്പൊ ഇതിവിടെ വെള്ളിയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി 29 ശനി, 30 ഞായർ. അപ്പൊ നമുക്കിനി വേറെ ദിവസങ്ങളൊന്നും തിങ്കളാഴ്ച കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആകെ എത്ര 4 തിങ്കളാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. ചൊവ്വാഴ്ചയിൽ അവസാനിക്കുന്ന 31 ദിവസങ്ങളുള്ള ഒരു മാസത്തിൽ എത്ര ഞായറാഴ്ചയുണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് 31 ദിവസം എന്ന് പറയുമ്പോൾ പുറകിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ചൊവ്വാഴ്ചയിൽ അവസാനിക്കുന്ന, ബുധനിൽ തുടങ്ങി ചൊവ്വയിൽ അവസാനിക്കുന്ന, ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് 7 വെച്ച് എത്ര എണ്ണം? 7, 28. 31 പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് 28 ദിവസങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള, ബുധനിൽ തുടങ്ങി ചൊവ്വയിൽ അവസാനിക്കുന്ന ഇത്രയും 4 ആഴ്ചകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 31 ദിവസം എന്ന് പറയുമ്പോൾ 28 കഴിഞ്ഞിട്ട് 3 ദിവസം ഫ്രണ്ടിൽ, 1, 2, 3 ദിവസങ്ങൾ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് പാക്കേജ് വരുന്ന 4 ആഴ്ചകളുണ്ട്. അപ്പൊ നമുക്ക് ഈ 4 ആഴ്ചയിൽ നമുക്ക് ഞായറാഴ്ച എത്ര എണ്ണം ഉണ്ട്? 4 ഞായറാഴ്ച നമുക്ക് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ട ഈ 1, 2, 3 ഈ 3 ദിവസങ്ങൾ, ഈ മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ 3 ദിവസങ്ങൾ നമുക്ക് ഞായറുണ്ടോ? അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് ഒരു ബുധനായതുകൊണ്ട് അതിന് മുമ്പത്തത് ഇത് ചൊവ്വ ആയിരിക്കും, ഇല്ല? ഈ 2 എന്തുമായിരിക്കും? തിങ്കളായിരിക്കും. ഈ 1 എന്തുമായിരിക്കും? ഒരു ഞായറായിരിക്കും. ഞായർ, തിങ്കൾ, ചൊവ്വ, പിന്നെ ബുധൻ, വ്യാഴം, വെള്ളി അങ്ങോട്ട് നമ്മുടെ ആ ഓരോ ഫുൾ വീക്കുകൾ പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഞായറാഴ്ച കൂടെ എക്സ്ട്രാ കിട്ടി. അപ്പൊ നമുക്ക് മൊത്തം എത്ര ഞായറുണ്ട്? 5 ഞായറാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാസത്തിൽ കിട്ടുന്നത്. ഒരു മാസത്തിലെ 29ാമത്തെ ദിവസം ബുധനാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്ക് ഈ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന മാസത്തിൽ 30 ദിവസമാണോ 31 ദിവസമാണോ എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ആദ്യം 30 ദിവസത്തിൻ്റെ ഒരു കണ്ടീഷൻ നോക്കാം. അതായത് ഇപ്പം നമുക്ക് 30 ദിവസമുള്ള ഒരു മാസം, അതിൽ 29ാമത്തത് ബുധനാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ ദിവസം എന്തായിരിക്കും? ഒരു വ്യാഴമായിരിക്കും. അപ്പോൾ വ്യാഴത്തിൽ അവസാനിച്ച് പിന്നെ വെള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര കംപ്ലീറ്റ് ആയിട്ടുള്ള 4 ആഴ്ച ഉണ്ടാവും. അന്നേരം 30ാം തീയതി ആയിരുന്നു, വ്യാഴം 30 അവസാനിച്ചു. പക്ഷേ ഇതിപ്പോൾ 28 ദിവസമേ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ 2 ദിവസം നമുക്ക് ഫ്രണ്ടിലുണ്ട്, അല്ലേ? അപ്പൊ ഇത് വെള്ളി ആയതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഇത് വ്യാഴം, ഇത് ബുധൻ. അപ്പം ഇതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ദിവസങ്ങളും 4 പ്രാവശ്യം വരുന്നുണ്ട്. ഇനി ഇത് രണ്ടും ഓരോ പ്രാവശ്യം അധികം, ബുധനും വ്യാഴം. അപ്പോൾ 5 പ്രാവശ്യം വരാൻ ബുധൻ വരാം, വ്യാഴവും വരാം. അപ്പൊ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ ബുധൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ബുധനായിരിക്കും. പക്ഷേ നമുക്കൊരു കണ്ടീഷൻ കൂടെ ഒന്ന് നോക്കിയേക്കാം. ഇത് നമുക്കിനി 31 ദിവസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? 31 ദിവസം ഉണ്ടെങ്കിൽ 29 ഒരു ബുധനാണെങ്കിൽ 30 വ്യാഴം, 31 വെള്ളി. അതായത് നമുക്ക് വെള്ളിയിൽ അവസാനിച്ച് വ്യാഴത്തിൽ തുടങ്ങി, ശനിയിൽ തുടങ്ങി വെള്ളിയിൽ അവസാനിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള 7 വീക്ക്. ഇതിൽ എല്ലാ ദിവസങ്ങളും 4 പ്രാവശ്യം വെച്ച് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ 28 കഴിഞ്ഞിട്ട് ഇവിടെ 2 ഇവിടെ നമുക്ക് 3 ദിവസം കിട്ടും, 31 ആയതുകൊണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ളത് എന്തൊക്കെയാണ്? വെള്ളി, വ്യാഴം, ബുധൻ. അപ്പം നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് ബുധൻ വന്നു. വ്യാഴവും വരാൻ സാധ്യതയുള്ളതാണ്, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ബുധൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആൻസർ എന്തുവാ? 5 തവണ വരാൻ സാധ്യതയുള്ള ഒരു ദിവസം ബുധൻ ഇരിക്കും. ഓക്കെ, ഒരു മാസത്തിലെ 3 വ്യാഴാഴ്ചകൾ ഇരട്ട അക്കങ്ങളാണ് എങ്കിൽ ആ മാസത്തെ 1-ാം തീയതി ഏത് ദിവസമാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്ക് ഈ ഇരട്ട അക്കം എന്ന് പറയുമ്പോൾ ഈവൻ നമ്പേഴ്സാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു ആദ്യത്തെ ഈവൻ നമ്പർ 2-ാം തീയതി, നമുക്ക് അത് മുതൽ തന്നെ എടുത്തു നോക്കാം. 2 ഒരു വ്യാഴാഴ്ച ആണെങ്കിൽ ഇനി അടുത്തത് എന്നായിരിക്കും? പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് 9, പിന്നെ 16, പിന്നെ 7 കൂടെ കൂട്ടുമ്പോൾ 23, പിന്നെ 30. അപ്പം അതിനകത്ത് 3 വ്യാഴാഴ്ചകൾ ഇരട്ടയാക്കോ?
നമുക്ക് 3 വ്യാഴം ഇരട്ടയക്കം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1-ാം തീയതി ഇത് വ്യാഴമാണെങ്കിൽ 1 ബുധനാകാമല്ലോ. അപ്പം നമ്മുടെ ആൻസർ ബുധനായിരിക്കും. പക്ഷേ നമുക്കിപ്പം നമ്മൾ 2-ാം തീയതി എന്ന് പറഞ്ഞ് എടുത്തിട്ടാ ഇങ്ങനെയെന്ന് നമുക്ക് പറയാമല്ലോ. നമുക്ക് പകരം അടുത്ത ഇരട്ട സംഖ്യ 4 ഒരു ബുധനാണെന്ന് കണക്കൂട്ടി നോക്കിക്കേ. 4 ബുധനാണെങ്കിൽ അടുത്ത 7 ദിവസം കൂട്ടുമ്പോൾ 11, പിന്നെ 7 കൂട്ടുമ്പോൾ 18, പിന്നെ 25, പിന്നെ ഇനി 7 കൂട്ടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് 3 ഇരട്ട സംഖ്യകൾ വ്യാഴാഴ്ച വരുത്തില്ല ഈ കണ്ടീഷനിൽ. അപ്പം ഈ ഒരൊറ്റ കണ്ടീഷനിലെ നമുക്ക് എന്താ ബുധനാഴ്ച 3 ഇരട്ട സംഖ്യകൾ വരാൻ ഉള്ള കണ്ടീഷൻ ഈ 2 മുതൽ സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയായാലും ഫസ്റ്റ് ഡേ എന്തായിരിക്കും? ബുധൻ തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ ആൻസർ എന്തുവാ? ബുധൻ. വെനസ്ഡേ ആണ് നമ്മുടെ 1-ാം തീയതി. ഒരു മാസത്തിലെ 3 വെള്ളി ഇരട്ട അക്കങ്ങളാണ്. അതുകൊണ്ട് 3 വെള്ളിയാഴ്ചകൾ ഇരട്ട അക്കങ്ങളാണ് എങ്കിൽ ആ മാസത്തെ ആദ്യത്തെ വെള്ളി ഏത് ദിവസമാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ വെള്ളിയാഴ്ചകൾ 3 വെള്ളിയാഴ്ചകൾ നമുക്ക് ഈവൻ നമ്പേഴ്സാണ് വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഇതും നമുക്കൊരു 2 സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 2, 9, 16, 23, 30. അപ്പം അതിനകത്ത് ഇത് 2-ാം തീയതി ഒരു വെള്ളിയാണെങ്കിൽ 16 വെള്ളിയാണ്, 30 വെള്ളിയാണ്. നമുക്ക് 4 പോയാൽ നമുക്ക് 3 വെള്ളിയാഴ്ചകൾ കിട്ടത്തില്ല ഇരട്ട സംഖ്യകളിൽ. അതുകൊണ്ട് നമുക്ക് ഈ ഒരൊറ്റ കണ്ടീഷനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വെള്ളി, ആദ്യത്തെ വെള്ളി ഏത് ദിവസമാണ്? 2-ാം തീയതി ആണ് നമ്മുടെ ഓപ്ഷനിലുള്ളത്. ഇത് നമ്മുടെ ആൻസർ. 2-ാം തീയതിയാണ് വെള്ളിയാഴ്ചയായിട്ട് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് 3 ഇരട്ട സംഖ്യകളിൽ 3 എണ്ണം വരണമെങ്കിൽ നമ്മൾ ആ 2-ാം തീയതി തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 4 പോയാൽ നമുക്ക് 3 എണ്ണം കിട്ടത്തില്ല. 32 ഒക്കെ അങ്ങോട്ടാക്കും. അപ്പോൾ നമുക്ക് എത്ര ദിവസങ്ങൾ നമ്മുടെ മാസത്തിലില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനെ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 2-ാം തീയതി എന്നുള്ളത്. ഓക്കെ, ഒരു മാസത്തിലെ 3 തിങ്കളാഴ്ചകൾ ഇരട്ട അക്കങ്ങളാണ് എങ്കിൽ ആ മാസത്തെ 3-ാമത്തെ ഞായർ ഏത് തീയതിയിലാണ്? അപ്പോൾ വീണ്ടും നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ, അതായത് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ാം തീയതിയാണ്. നോക്കാം. 2, 9, 16, 23, 30 ഇതെല്ലാം തിങ്കളാഴ്ചകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മാസത്തെ 3-ാമത്തെ ഞായർ, അപ്പം ഇത് ഒരാഴ്ച, ഇത് 2-ാമത്തെ ആഴ്ച, ഇത് 3-ാമത്തെ ആഴ്ച. അപ്പം ഇത് തിങ്കളാഴ്ച, ഇതെല്ലാം തിങ്കളാഴ്ചകളാണ്. അപ്പോൾ ഇത് 3-ാമത്തെ, ഇപ്പം ഇവിടെ ഒരു ഞായറാഴ്ച വരും, അതുപോലെ ഇതിന് തൊട്ട് മുമ്പിൽ ഒരു ഞായറാഴ്ച വരും, ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ഞായറാഴ്ച വരും. അപ്പോൾ 3-ാമത്തെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും 1-ാം തീയതി, 8-ാം തീയതി, പിന്നെ വരുന്നത് 15-ാം തീയതി. 15-ാം തീയതിയാണ് 3-ാമത്തെ ഞായർ. അപ്പോൾ നമ്മുടെ ആൻസർ ഇതായിരിക്കും. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ടൊരു ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മിക്കവാറും നമുക്ക് കാൽക്കുലേഷൻ ഒന്നും കാണത്തില്ല. നമ്മുടെ ലോജിക്ക് മാത്രം ഉപയോഗിച്ച് നമ്മളങ്ങ് ചെയ്താൽ മതി. ഓക്കെ, 2016 ഏപ്രിൽ 11 തിങ്കളാണെങ്കിൽ 2016 ജൂലൈ 18 ഏത് ദിവസമാണ്? അപ്പോൾ നമുക്ക് ഇതിൽ മൊത്തം ഈ ഏപ്രിൽ 11 മുതൽ ജൂലൈ 18 വരെ ടോട്ടൽ എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ഏപ്രിലിൽ എത്ര? 30 ദിവസമാണ്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞു. 11 മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഏപ്രിലിൽ എത്ര ദിവസം കിട്ടും? ഏപ്രിലിൽ 20. പിന്നെ അടുത്തത് എന്താ? മെയ്യിൽ മൊത്തം എത്ര ദിവസമുണ്ട്? 31. ജൂണിലോ 30. ജൂലൈയിൽ നമുക്കിവിടെ 18 വരെ എടുത്താൽ മതി. അപ്പം നമുക്ക് ടോട്ടൽ എത്ര ദിവസം വന്നു? 99 ദിവസം. നമുക്ക് ഈ 99 ദിവസം അതിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 99നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 28 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ഡേ ഉണ്ട്. 14 കംപ്ലീറ്റ് ആയിട്ടുള്ള വീക്കും പിന്നെ ഒരു എക്സ്ട്രാ ഡേ വരും.
അതായത് നമ്മുടെ ഓരോ ഇതിനകത്ത് തന്നേക്കുന്നത് നമ്മൾ ഈ 18 മുതലാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഈ സൈക്കിൾ ഏപ്രിൽ 11 മുതലാണ് തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ഈ ഓരോ സൈക്കിളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തിങ്കളാഴ്ച. അപ്പം നമ്മൾ ഈ തിങ്കളിൽ തുടങ്ങി ഈ ഒരു സൈക്കിൾ തീർന്നു. ഇനി അടുത്തൊരു സൈക്കിൾ തുടങ്ങുവാണ് ഒരു ദിവസം. അപ്പം അത് ഏത് ദിവസമായിരിക്കും? തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. നമ്മുടെ ആൻസർ തിങ്കളാണ്. മനസ്സിലായോ? നമുക്ക് തിങ്കളാഴ്ച തുടങ്ങി തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറിൽ അവസാനിക്കുന്ന 14 ആഴ്ച. ഈ 14 ആഴ്ചകൾ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഒരു ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങുന്നത് നമ്മുടെ ആ സൈക്കിൾ എങ്ങനെ? തിങ്കൾ. അപ്പോൾ നമ്മുടെ അടുത്ത ദിവസം ഏതാ? ഈ ജൂലൈ 18 എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ച ആയിരിക്കും. ഇതാണ് എൻ്റെ ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു നൂറ്റാണ്ട് അവസാനിക്കാത്ത ദിവസം ഏത്? ഇത് ഭയങ്കര രസമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലയോ? അതായത് നമ്മുടെ ഈ സെഞ്ച്വറി ഇയേഴ്സ് ഉണ്ടല്ലോ, അത് ഓരോ നൂറ്റാണ്ടുകളും അവസാനിക്കുമ്പം വരുന്ന ദിവസങ്ങളിൽ ഒരിക്കലും വരാത്ത 3 ദിവസങ്ങളുണ്ട്. അത് ഒരു പ്രത്യേക പാറ്റേണിൽ നമ്മുടെ ഈ ദിവസങ്ങൾ വരുന്നതുകൊണ്ട് അത് ഒരിക്കലും വരത്തില്ല. അപ്പോൾ ആ 3 ദിവസങ്ങളിൽ ഒരെണ്ണം നമ്മുടെ ഈ ഓപ്ഷനിലുണ്ട്. അത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആ 3 ദിവസങ്ങളും പഠിച്ചിരിക്കണം. ഏതൊക്കെയത്? ട്യൂസ്ഡേ, തേഴ്സ്ഡേ വ്യാഴം, പിന്നെ സാറ്റർഡേ. ഈ 3 ദിവസങ്ങളാണ് നമ്മുടെ ഈ ഒരു നൂറ്റാണ്ട് ഒരിക്കലും അവസാനിക്കാത്ത 3 ദിവസങ്ങൾ. ചൊവ്വ, വ്യാഴം, ശനി. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ചൊവ്വ ഉണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതിൽ തന്നെ വേറൊരു രീതി ചോദിക്കാം. ഒരു നൂറ്റാണ്ട് തുടങ്ങുന്ന ദിവസം ആകാത്തത് ഏതാണ്? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ അടുത്ത ദിവസങ്ങൾ എന്തായാലും ആവത്തില്ലല്ലോ. അതായത് ഇപ്പോൾ വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, ഈ 3 ദിവസങ്ങളിൽ ഒരിക്കലും ഒരു നൂറ്റാണ്ട് തുടങ്ങത്തില്ല. അങ്ങനെ തിരിച്ചും ചോദിക്കാം. പക്ഷെ നമ്മൾ ഈ 3 ദിവസങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് അത് അങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അഖിലയുടെ ജന്മദിനം ജനുവരി 20 ആണ്. അമല അഖിലയേക്കാൾ 7 ദിവസത്തിന് ഇളയതാണ്. ഈ വർഷം റിപ്പബ്ലിക് ഡേ ചൊവ്വാഴ്ചയായാൽ അമലയുടെ ജന്മദിനം ഏത് ദിവസമാണ്? അതായത് ഇപ്പം അഖിലയുടെ ജന്മദിനം എന്നു തന്നിട്ടുണ്ട് ജനുവരി 20. അപ്പം അതിന് 7 ദിവസത്തിന് ഇളയതായ അമലയുടെ ജന്മദിനം അപ്പം എന്നായിരിക്കും? ജനുവരി 13. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ട ദിവസം. ഇനി ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ജനുവരി 26 ഒരു ചൊവ്വാഴ്ചയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ജനുവരി 26 ചൊവ്വാഴ്ചയാണെങ്കിൽ അതിൽ നിന്ന് 7 ദിവസം ബാക്കിലോട്ട് പോകുമ്പോൾ ജനുവരി 19 ഒരു ചൊവ്വാഴ്ചയായിരിക്കും. ഇനി അതിൽ നിന്ന് വീണ്ടും ഒരു 7 ദിവസം പുറകോട്ട് പോയി. അപ്പം ജനുവരി 12 വീണ്ടും ഒരു ചൊവ്വാഴ്ചയായിരിക്കും. അപ്പം നമുക്ക് എന്തോ വേണ്ടത്? ജനുവരി 13. 12 ചൊവ്വ ആയാൽ 13 എന്തായിരിക്കും? ബുധനായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ അമലയുടെ ജന്മദിനം എന്ത് ദിവസമായിരിക്കും? ബുധനാഴ്ചയാണ് നമ്മുടെ അമലയുടെ ജന്മദിനം. ഓക്കെ. അനുവിൻ്റെ ഓർമ്മയിൽ അവൻ്റെ ജന്മദിനം മാർച്ച് 12-നും 17-നും ഇടയിലാണ്. അനുവിൻ്റെ സഹോദരൻ്റെ ഓർമ്മയിൽ അത് മാർച്ച് 15-നും 20-നും ഇടയിലാണ്. എങ്കിൽ അനുവിൻ്റെ ജന്മദിനം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനുവിൻ്റെ ഓർമ്മയിലുള്ള 12-നും 17-നും ഇടയിൽ ഒരു ദിവസമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 12-നും 17-നും ഇടയിലുള്ള ദിവസം 13, 14, 15, 16. ഇതിലേതോ ഒരു ദിവസമാണെന്ന് അനുവിനറിയാം. അപ്പോൾ അനുവിൻ്റെ സഹോദരൻ പറയുന്നത് 15-നും 20-നും ഇടയ്ക്കുള്ള ദിവസം. അപ്പോൾ നമുക്ക് 16, 17, 18, 19 ഇതിലേതോ ഒരു ദിവസം. അപ്പോൾ രണ്ടുപേരും പറഞ്ഞതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? 16 അല്ലേ? അപ്പം നമുക്ക് ആൻസർ ഏതായിരിക്കും? ജന്മദിനം മാർച്ച് 16 ആണ്. രണ്ടുപേരും പറഞ്ഞതിൽ കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു ഡേ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ മാർച്ച് 16 ആയിരിക്കും. ഓക്കെ. ഇന്ന് ഞായറാഴ്ചയായാൽ 54-ാമത്തെ ദിവസം ഏത്? അതായത് നമുക്ക് ഞായറാഴ്ചയാണ് ഇന്നെന്ന് തന്നിട്ടുണ്ട്. ഇന്ന് തുടങ്ങി ഇനി 54-ാമത്തെ ദിവസം ഏത് ദിവസമാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 54-നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 7 49,
7 കംപ്ലീറ്റ് ആയിട്ടുള്ള വീക്കും പിന്നെ ഒരു ബാക്കി എത്ര വരും? 5 നമുക്ക് ശിഷ്ടവും വരും, പിന്നെ 5 ഡേയ്സും കൂടെ എക്സ്ട്രാ വരും ആണല്ലോ. അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച. അപ്പം നമ്മൾ ഞായറിന് തുടങ്ങി, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി, ഞായർ ടു ശനിയിൽ അവസാനിക്കുന്ന 7 കംപ്ലീറ്റ് ആയിട്ടുള്ള വീക്ക് നമുക്കുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വീണ്ടും ഒരു വീക്ക് തുടങ്ങുവാണ്, ഞായറിൽ തന്നെ തുടങ്ങും, പക്ഷേ 5 ദിവസമേ ഉള്ളൂ. അപ്പം നമുക്ക് അത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം. അപ്പം നമ്മുടെ 54ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? അത് നമുക്കൊരു വ്യാഴാഴ്ചയായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 54ാമത്തെ ദിവസം ഏത് ദിവസമായിരിക്കും? ഒരു വ്യാഴമായിരിക്കും. ഓക്കെ, 2013 ജനുവരി 1 ഒരു തിങ്കളാഴ്ചയായാൽ 2013 ഡിസംബർ 31 ഏത് ദിവസമാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 2013 ഒരു ലീപ്പ് ഇയർ ആണോ അതിവർഷമാണോ എന്ന് ആദ്യം നോക്കണം. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാമല്ലോ എന്താ അല്ല. അപ്പോൾ നമുക്ക് 365 ദിവസങ്ങളെ നമ്മുടെ ഈ 2013 ഉള്ളു. ഓക്കെ, നമ്മളതിൻ്റെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 735. അതായത് നമുക്ക് 52 കംപ്ലീറ്റ് ആയിട്ടുള്ള വീക്കുകൾ, അതായത് തിങ്കളിൽ തുടങ്ങി ഞായറിൽ അവസാനിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള 52 ആഴ്ചയും കിട്ടും, പിന്നെ ഒരു എക്സ്ട്രാ ദിവസവും കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഈ വർഷം ആരംഭിച്ചത് എങ്ങനെ? തിങ്കളിൽ തുടങ്ങി ഞായറിലായിരുന്നു അവസാനിച്ചത്. അങ്ങനെയുള്ള 52 കംപ്ലീറ്റ് ആഴ്ചകൾ നമുക്ക് കിട്ടി. ഇനി അടുത്ത ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നത്? അതും തിങ്കളായിരിക്കുമല്ലോ അടുത്ത ആഴ്ച തുടങ്ങുന്നത്. അപ്പം നമ്മുടെ ഡിസംബർ 31 എന്ന് പറയുന്നത് ഏത് ദിവസമായിരിക്കും? ഒരു മൺഡേ, ഒരു തിങ്കളാഴ്ച ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതിൽ എത്ര ദിവസം ടോട്ടൽ ഉണ്ടെന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, 2016 ജനുവരി 1 വ്യാഴമായാൽ 2016 ഡിസംബർ 31 ഏത് ദിവസം? ഇതിൽ 2016 ലീപ്പ് ഇയർ ആണോ? ആണല്ലോ. 4 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, 54. അപ്പോൾ നമുക്കിത് ലീപ്പ് ഇയർ. അപ്പോൾ നമുക്കിവിടെ മൊത്തം എത്ര ദിവസമുണ്ട്? 366 ദിവസമുണ്ട് അല്ലേ? നമ്മുടെ അതിവർഷം ആയതുകൊണ്ട് ഒരു ദിവസം എക്സ്ട്രാ ആവും. ഈ 366 നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടം എത്ര കിട്ടും? 2 കിട്ടും. 52 ആഴ്ചകളും പിന്നെ ഒരു 2 ദിവസം എക്സ്ട്രാ. അതായത് നമ്മുടെ ഈ 2016 ജനുവരി 1 വ്യാഴമായതുകൊണ്ട് നമ്മുടെ ഈ വർഷം വ്യാഴത്തിൽ തുടങ്ങി, വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ അല്ലേ, ഇങ്ങനെ അവസാനിക്കുന്നു. വ്യാഴത്തിൽ തുടങ്ങി ബുധനിൽ അവസാനിക്കുന്ന 52 ആഴ്ചകൾ നമുക്ക് കിട്ടും. പിന്നെ ഇനി എക്സ്ട്രാ 2 ദിവസം ഉണ്ട്, അതായത് ഡിസംബർ 30, 31. അപ്പോൾ അത് വീണ്ടും തുടങ്ങുന്ന എങ്ങനെയായിരിക്കും? വ്യാഴത്തിലായിരിക്കും. വ്യാഴം വെള്ളി അല്ലേ, ഇത് വ്യാഴവും ഇത് വെള്ളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തോ? ഡിസംബർ 31 ഏത് ദിവസമാണ്? അപ്പോൾ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ഒരു വെള്ളി, ഒരു ഫ്രൈഡേ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 1991 ജനുവരി 1 ഒരു ബുധനാഴ്ചയായാൽ 1997 ജനുവരി 1 ഏത് ദിവസമാണെന്ന്. നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ ഫുൾ ഡേ കാൽക്കുലേറ്റ് ചെയ്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിനല്ല അതൊരു എളുപ്പ വഴിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 1991 ജനുവരി 1 ഒരു ബുധനാഴ്ചയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് 1992 ജനുവരി 1 അങ്ങനെ താഴോട്ട് 93 ജനുവരി 1, 94 ജനുവരി 1, 95 ജനുവരി 1 ഇത് മാത്രം കണ്ടുപിടിച്ചിട്ട് നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് 1991 ജനുവരി 1 ഒരു ബുധനാഴ്ചയാണ്. അപ്പം നമ്മൾ ഈ 365 ദിവസമുള്ള
ഇതിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു ഡേയും കൂടെ വരത്തുള്ളൂ. അപ്പോൾ നമ്മളിത് നോക്കണം, ഇത് അതിവർഷമാണോ അല്ലയോ. അപ്പോൾ 1991 എന്ന് പറയുന്നത് അതിവർഷമല്ല, നമുക്ക് 365 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് ബുധനാഴ്ചയിൽ തുടങ്ങി ചൊവ്വാഴ്ചയിൽ അവസാനിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ആഴ്ചകൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ആ ദിവസവും വീണ്ടും തുടങ്ങുന്നത് വെനസ്ഡേയിലായിരിക്കുമല്ലോ, ബുധനാഴ്ചയാണ്. എന്നിട്ട് അപ്പോൾ അത് ഡിസംബർ 31 ആയിരിക്കുമല്ലോ ലാസ്റ്റ് ഡേ. അടുത്ത ദിവസം എന്തായിരിക്കും? ജനുവരി 1. അപ്പോൾ അത് ബുധൻ കഴിഞ്ഞിട്ട് എന്തായിരിക്കും? അത് വ്യാഴാഴ്ച ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത വർഷം 1992 അതിവർഷമാണോ? 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ നമുക്ക് 366 ദിവസമായിരുന്നു അവിടെ. അപ്പോൾ നമുക്കിവിടെ 2 ദിവസം എക്സ്ട്രാ വരും. അപ്പോൾ 2 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യാഴത്തിൽ തുടങ്ങി വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനിൽ അവസാനിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ആഴ്ചകൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വ്യാഴത്തിൽ തുടങ്ങി 2 ദിവസം കൂടെ ഉള്ളൂ ആ വർഷത്തിൽ. 30-31 വ്യാഴം, വെള്ളി. പിന്നെ ജനുവരി 1 അപ്പോൾ എന്തുമായിരിക്കും? ശനിയാഴ്ച ആയിരിക്കും. ഓക്കെ, നമുക്കത് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നിട്ട് ഇനി 93 എന്തായാലും അതിവർഷമല്ല. ഇനിയിപ്പോൾ ഇതൊരു അതിവർഷം ആയതുകൊണ്ട് ഇനിയിപ്പം നമുക്കത് ഇവിടെ മാത്രമേ ഒരു അതിവർഷം കൂടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് സാറ്റർഡേ. അപ്പോൾ തൊട്ട് ഇനി അടുത്തത് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വരത്തുള്ളൂ. ശനിയാഴ്ച അടുത്ത 31 ഡിസംബർ 31 ഒരു ശനി വരും. പിന്നെ അടുത്ത 1-ാം തീയതി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കൊരു സൺഡേ ആയിരിക്കും. ഇവിടെയും അതുപോലെ തന്നെ ഇത് അതിവർഷം അല്ലാത്തത് കൊണ്ട് ഒരു ദിവസം എക്സ്ട്രാ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ ഡേ സൺഡേ ആയിരിക്കും. പിന്നെ അടുത്ത ജനുവരി 1 എന്ന് പറയുന്നത് മൺഡേ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 1996. അപ്പോൾ 95-ലും 365 ദിവസമാണ്. അപ്പോൾ ഒരു ദിവസമേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ആ മൺഡേ ഡിസംബർ 31 ചൊവ്വാഴ്ച എന്തായി? നമ്മുടെ 96 ജനുവരി 1. പക്ഷെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമുക്ക് 2 ദിവസം അതിവർഷമാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് 2 ദിവസം, ഇവിടെ അതുപോലെ 2 ദിവസം അതിവർഷമായി. അപ്പം നമുക്ക് ഇവിടെ 2 ദിവസം ഉള്ളപ്പോൾ ചൊവ്വാഴ്ചയിൽ തുടങ്ങുന്ന അധികം 2 ദിവസങ്ങളാണ്, ചൊവ്വ, ബുധൻ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആ ചൊവ്വ, ബുധൻ എന്നുള്ള 2 ദിവസങ്ങൾ കഴിഞ്ഞ് അടുത്ത ഏതായിരിക്കും? വ്യാഴം. ജനുവരി 1 എന്ന് പറയുന്നത് ഒരു വ്യാഴം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചേക്കുന്നത്? 1997 ജനുവരി 1 ഏത് ദിവസമായിരിക്കുന്നു? അത് നമുക്കൊരു വ്യാഴാഴ്ച ആയിരിക്കും. നമ്മൾ ഈ ഒരു പാറ്റേൺ ഓർത്ത് വെക്കാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പം അതിവർഷം ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം, ഇപ്പം ഇത് അതിവർഷം അല്ലാത്തത് കൊണ്ട് തൊട്ടടുത്തത്, അതിവർഷം ആയതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്തത്, വീണ്ടും തൊട്ടടുത്ത് വീണ്ടും ഇവിടെ അതിവർഷം ആയതുകൊണ്ട് അവിടെ 2 എക്സ്ട്രാ കഴിഞ്ഞിട്ട് അടുത്തത്. അപ്പം നമുക്കിത് ഈ പാറ്റേൺ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. എത്ര വർഷം ചോദിച്ചാലും നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വിച്ച് ഡേ ഈസ് 2005 മാർച്ച് 2? മാർച്ച് 2, 2005 ഏത് ദിവസമാണ്? ഒരു വാലും തലയൊന്നും ഇല്ലാതൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇതിൻ്റെ ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് കോഡുകളും കുറച്ച് നമ്പേഴ്സൊക്കെ ഉണ്ട്. അത് ഈസിയാണ്. നമുക്ക് ആദ്യം കാണുമ്പം പെട്ടെന്നൊരു ഒരുപാട് പോലെ തോന്നുമെങ്കിലും നമുക്കത് അതിൻ്റെ ആ പാറ്റേൺ മനസ്സിലാക്കിയാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞൊരു 5 സ്റ്റെപ്സ് ഉണ്ട്. അത് ഫോളോ ചെയ്താൽ നമുക്ക് ഏത് വർഷം തന്നാലും, അതായത് 1600 മുതൽ 2099 വരെയുള്ള ഏത് വർഷത്തിലെ ഏത് ഡേറ്റ് ചോദിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ദിവസങ്ങൾക്കൊരു കോഡുണ്ട്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെയുള്ള ഈ നമ്മുടെ ദിവസങ്ങളുണ്ടല്ലോ, അതിന് 0, 1, 2, 3, 4, 5, 6 എന്നൊരു കോഡുണ്ട്. സൺഡേയുടെ കോഡ് 0, മൺഡേയുടെ കോഡ് 1, ട്യൂസ്ഡേ അങ്ങനെ. ഇനി അത് കഴിഞ്ഞിട്ട് മന്തിന് ഒരു കോഡുണ്ട്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ളതിന് 0, 3, 3, 6, 1, 4 അങ്ങനെ. ഇപ്പോൾ ജനുവരിയുടെ കോഡ് 0, ഫെബ്രുവരി 3, മാർച്ച് 3. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് 3, 0, 3, 3, ലാസ്റ്റ് 3, 0, 3, 5. പിന്നെ മിഡിലിൽ വരുന്നത് 6, 1, 4, 6, 2, 5. അത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ 0, 3, 3, 0, 3, 5. മിഡിൽ വരുന്നത് 6, 1, 4, 6, 2, 5. ഇതിങ്ങനെ പഠിക്കാം മന്തിൻ്റെ. പിന്നെ ഇനി ഇയറിൻ്റെ കോഡെന്ന് പറഞ്ഞാൽ 1600 മുതൽ 1699 വരെയുള്ള കോഡ് 6, 1700 മുതൽ 1799 വരെയുള്ള കോഡ് 4, 1700 മുതൽ 1799 വരെയുള്ള കോഡ് 2642.
പിന്നെ നമ്മുടെ 1900 മുതൽ 1999 വരെ 0 ആണ്. 2000 മുതൽ 2099 വരെ 6 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഈ കോഡൊന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് ഈസിയാണ്. 0 1 2 3 4 സൺഡേ എന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. പിന്നെ ഇതാണ് നമ്മളിങ്ങനെ പഠിച്ചു വെക്കണം. കാണാം 033 സ്റ്റാർട്ട്, 035 എൻഡ്, 614 625 മിഡിലിൽ വരുന്നത്. പിന്നെ ഇത് 642 06. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ആദ്യം നമുക്ക് തന്നേക്കുന്ന ഇതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് ദ ഇയർ. പിന്നെ അതിനെ നമ്മൾ ഡിവൈഡ് വിത്ത് 4. പിന്നെന്താ ആ ഡേറ്റ്, നമുക്ക് തന്നേക്കുന്ന ഡേറ്റ്. പിന്നെ നമ്മൾ ഇയറിൻ്റെ നമ്പർ, ഈ നമ്മുടെ നമ്പർ നമ്മൾ ഇവിടെ നോക്കി നമുക്ക് ഇയറിൻ്റെ എടുക്കാൻ പറ്റുമെന്ന് അവിടുത്തെ ഇയർ. പിന്നെ ഇനി എന്താ 1 2 3 4. ഇനി മന്തിൻ്റെ നമ്പർ. ഇതിപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പായി? 1 2 3 4 5. എന്നിട്ട് ഈ 5 സ്റ്റെപ്സിലുള്ളതിനെ കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ 5 സ്റ്റെപ്സിൽ എന്തൊക്കെ വാല്യൂസ് ആവുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് ദ ഇയർ 0 5. എന്നിട്ട് 0 5നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് 0.5/4. എന്നിട്ട് നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് എത്രയാണ് അത് എഴുതണം. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ലേ പൂർണ്ണസംഖ്യയായിട്ടുള്ള ആൻസർ കിട്ടുന്നത്. എന്നിട്ട് ശിഷ്ടം 1 വരും. അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് കോഷ്യൻ്റ് എത്രയാണ് ആൻസർ 1. ഇനി ഡേറ്റ് എന്ന് പറയുമ്പോൾ മാർച്ച് 2 അല്ലേ, 2. ഇനി നമുക്ക് നമ്പർ ഓഫ് ദ ഇയർ. നമുക്ക് 2005, 2000 മുതൽ 2010 99 വരെ എത്ര? നമുക്ക് 6 ആണ് നമ്മുടെ നമ്പർ. നമ്പർ ഓഫ് മന്ത് മാർച്ചാണ്. ജനുവരി ഫെബ്രുവരി മാർച്ച്. മാർച്ചിൻ്റെ നമ്പർ എത്ര? 3. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ കൂട്ടണം. അതായത് 5 + 1 + 2 + 6 + 3 എത്ര കിട്ടും? 6 6 12 3 14 14 3 17 കിട്ടും. ഓക്കെ. ഈ കിട്ടിയ ആൻസറിന് ഈ 17നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു 7 7 14 കഴിഞ്ഞിട്ട് നമുക്ക് ശിഷ്ടം എത്ര കിട്ടും? 3 കിട്ടും ശിഷ്ടം. ഈ 3 നമ്പറായിട്ട് വരുന്ന ഡേ ഏതാണെന്ന് നോക്കണം. വെനസ്ഡേ. ഇതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്, വെനസ്ഡേ. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? വെനസ്ഡേ ആണ് നമ്മുടെ ആൻസർ. നമുക്കപ്പോൾ ഇത് ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഈ കുറച്ച് നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്താൽ മതി. നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും ഇത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പീരീഡിനുള്ളിൽ തരുന്ന ഏത് നമ്പറും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ. ഓക്കെ.